കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്തത് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എക്സിന്റെ ഡിസ്ട്രിബ്യൂഷനായ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ആണ്. യൂണിഫോം ഡിസ്ട്രിബ്യൂഷന്റെ മീൻ ആണ് ലാസ്റ്റ് ക്ലാസ്സിൽ ചെയ്തത്. നെക്സ്റ്റ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷന്റെ വേരിയൻസ് ആണ്. വേരിയൻസ് ഓഫ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഡെറിവേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. വേരിയൻസ് ഓഫ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ സിംപ്ലി യു ഡി എന്ന് എഴുതും. വേരിയൻസ് ഓഫ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ നിങ്ങൾക്ക് സ്വയം ചെയ്യാവുന്നേ ഉള്ളൂ. വേരിയൻസ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഫോർമുല ഇ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് ഇ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ ആണ്. എക്സ് എന്ന് പറയുന്നത് എക്സ് എന്ന് പറഞ്ഞ റാൻഡം വേരിയബിൾ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ 1/b minus a if a less than x less than b equal to 0 otherwise. ഇതായിരുന്നു യൂണിഫോം ഡിസ്ട്രിബ്യൂഷന്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത്. എക്സിന്റെ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എ ടു ബി ആണ്. എ ടു ബി ആണെങ്കിലുള്ള എ ടു ബി എന്നുള്ള ഇന്റർവെല്ലില് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 1/b minus a ആണ്. അപ്പോൾ വേരിയൻസ് ഓഫ് എക്സിന്റെ ഫോർമുല ഇതാണ്. നമുക്ക് ഇത് കണ്ടുപിടിക്കാൻ ഇ ഓഫ് എക്സ് സ്ക്വയർ വേണം. ഇ ഓഫ് എക്സ് സ്ക്വയറിന്റെ ഡെഫിനിഷൻ ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി. എക്സ് കണ്ടിന്യൂസ് ആയതുകൊണ്ടാണ് ഇവിടെ ഇന്റഗ്രേഷൻ വന്നത്. എക്സ് സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ്. എക്സ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നതെന്ന് പറഞ്ഞതുകൊണ്ട് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇവിടുത്തെ ഇന്റർവൽ എന്ന് പറഞ്ഞാൽ എ ടു ബി ആണ്. എ ടു ബി എക്സ് സ്ക്വയർ ഇൻറ്റു 1/b minus a dx. 1/b minus a എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. അതിന് ഇന്റഗ്രേഷന്റെ ഔട്ട്സൈഡ് എടുക്കുക. ടേക്കിംഗ് ഔട്ട്സൈഡ് 1/b minus a ഇൻറ്റു ഇന്റഗ്രൽ a to b എക്സ് സ്ക്വയർ dx. ഇന്റഗ്രൽ ഓഫ് എക്സ് റൈസ് ടു n എന്ന് പറഞ്ഞാൽ സ്ക്വയർ n dx എന്ന് പറഞ്ഞാൽ എക്സ് റൈസ് ടു n+1 ഡിവൈഡഡ് ബൈ n+1 ആണ്. അപ്പോൾ ഇന്റഗ്രൽ ഓഫ് എക്സ് സ്ക്വയർ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ക്യൂബ് ഡിവൈഡഡ് ബൈ 3 ആണ്. വിച്ച് ഇസ് ഈക്വൽ ടു 1/b minus a ഇൻറ്റു എക്സ് സ്ക്വയറിന്റെ ഇന്റഗ്രൽ എക്സ് ക്യൂബ് ബൈ 3 ആണ്. എക്സ് ക്യൂബ് ബൈ 3 റേഞ്ചസ് ടു എ ടു ബി. ഇനി എന്ത് ചെയ്യാം? അപ്പർ ലിമിറ്റ് ആയ എക്സിന് അപ്പർ ലിമിറ്റ് ആയ ബി ഇട്ട് കൊടുക്കും, മൈനസ് ലോവർ ലിമിറ്റ് ആയ എ, വിച്ച് ഇസ് ഈക്വൽ ടു 1/b minus a ഇൻറ്റു ബി ക്യൂബ് മൈനസ് എ ക്യൂബ്. 3 കോൺസ്റ്റന്റ് ആണ്, അതിനെ കോമൺ ആയിട്ട് എഴുതാം, ഡിവൈഡഡ് ബൈ 3 വിച്ച് ഇസ് ഈക്വൽ ടു 1/b minus a ഇൻറ്റു ബി ക്യൂബ് മൈനസ് എ ക്യൂബിനെ നമുക്ക് ഇങ്ങനെ എക്സ്പാൻഷൻ എഴുതാം, ബി മൈനസ് എ ഇൻറ്റു ബി സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ എ സ്ക്വയർ. വിച്ച് ഇസ് ഈക്വൽ ടു ഹോൾ ഡിവൈഡഡ് ബൈ 3 ഉണ്ട്. അപ്പോൾ ഈ ബി മൈനസ് എയും ഇവിടെയുള്ള ന്യൂമറേറ്ററിലെ ബി മൈനസ് എ വിൽ ക്യാൻസൽ. വി ഗെറ്റ് ബി സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് എ സ്ക്വയർ ഡിവൈഡഡ് ബൈ 3. ഇതെന്ന് പറയുന്നത് ഇ ഓഫ് എക്സ് ആണ്. ഇ ഓഫ് എക്സ് സ്ക്വയർ ആണ്. ഇ ഓഫ് എക്സ് സ്ക്വയർ ഈക്വൽ ടു ബി സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് എ സ്ക്വയർ ഡിവൈഡഡ് ബൈ 3. നമുക്ക് വേണ്ടത് വി ഓഫ് എക്സ് ആണ്. വി ഓഫ് എക്സ് ഈക്വൽ ടു ഇ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് ഇ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു ബി സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് എ സ്ക്വയർ ഡിവൈഡഡ് ബൈ 3 മൈനസ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷന്റെ മീൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിറൈവ് ചെയ്തെടുത്തായിരുന്നു. എന്തായിരുന്നു യൂണിഫോം ഡിസ്ട്രിബ്യൂഷന്റെ മീൻ ഓഫ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ? ഇ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ മീൻ ആണ്. മീൻ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ബൈ 2 ആണ്. അതിന്റെ സ്ക്വയർ ആണ് ഇവിടെ വേണ്ടത്, എ പ്ലസ് ബി ബൈ 2 ഹോൾ സ്ക്വയർ, which is equal to
കഴിഞ്ഞ പേജ് ഒന്ന് പോയി കംപ്ലീറ്റ് ചെയ്തു. എന്താണ് ലാസ്റ്റ് പേജ് ഇത് കാണിച്ചു തരാം. ഇത് കംപ്ലീറ്റ് ആക്കിയിട്ടാകുമ്പോൾ ഞാൻ എടുക്കാം. ബി സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് എ സ്ക്വയർ ഡിവൈഡഡ് ബൈ 3 മൈനസ് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എ പ്ലസ് ബി ബൈ 2 ഹോൾ സ്ക്വയർ ആയിരുന്നു. അതിനെ നമുക്ക് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 എന്ന് എഴുതാം. ഇനി ഇതിന്റെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് ഡിനോമിനേറ്റർ സെയിം ആക്കിയാൽ 4 ഇൻറ്റു ഇത് വരും. 4 ഇൻറ്റു ബി സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് എ സ്ക്വയർ മൈനസ് 3 ഇൻറ്റു എ പ്ലസ് ബി ഹോൾ സ്ക്വയറിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ ഹോൾ ഡിവൈഡഡ് ബൈ 12 which is equal to 4b square plus 4ab plus 4a square minus 3a square minus 6ab minus b square. ഈ മൈനസ് 3ന് ഓരോ ടേം കൊണ്ടും ഇൻഡു ചെയ്തതാണ്. -3 സ്ക്വയർ മൈനസ് 6ab മൈനസ് 3b സ്ക്വയർ -3b സ്ക്വയറിന്റെ ഡിവൈഡഡ് ബൈ 12. ഇനി ഈ 4b സ്ക്വയർ മൈനസ് 3b സ്ക്വയർ ഇവിടെ ഉണ്ട്. അതിനൊന്ന് ഒരുമിച്ച് എഴുതിയാൽ 3b സ്ക്വയർ ആണ്. 4b സ്ക്വയർ മൈനസ് 3b സ്ക്വയർ എന്ന് പറഞ്ഞാൽ ബി സ്ക്വയർ വരും. അതുപോലെ 4ab മൈനസ് 6ab എന്ന് പറഞ്ഞാൽ മൈനസ് 2ab വരും. 4a സ്ക്വയർ മൈനസ് 3a സ്ക്വയർ എന്ന് പറഞ്ഞാൽ പ്ലസ് എ സ്ക്വയർ വരും ഡിവൈഡഡ് ബൈ 12. ഇത് ബി സ്ക്വയർ മൈനസ് 2ab പ്ലസ് എ സ്ക്വയർ ആണ്. ഇതിനെ നമുക്ക് ബി മൈനസ് എ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 12 എഴുതാം. അപ്പോൾ വേരിയൻസ് ഓഫ് എക്സ് ഈക്വൽ ടു ബി മൈനസ് എ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 12 ഇമ്പോർട്ടൻ്റ് ആണ്. വേരിയൻസ് ഓഫ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ വി ഓഫ് എക്സ് ആണ്. വി ഓഫ് എക്സിന്റെ ഫോർമുല ഇതാണ്. ഇ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് ഇ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ. ഇ ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇ ഓഫ് എക്സ് സ്ക്വയറിന്റെ ഡെഫിനിഷൻ -ഇൻഫിനിറ്റി ടു +ഇൻഫിനിറ്റി എക്സ് സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ്. എഫ് ഓഫ് എക്സ് എക്സ് എന്ന് പറയുന്ന യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നത് കൊണ്ട് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 1/b മൈനസ് എ ആണ്. അപ്പൊ 1/b മൈനസ് എ ഔട്ട് സൈഡിൽ എടുക്കുക. ഇന്റഗ്രൽ എ ടു ബി എക്സ് സ്ക്വയർ ഡി എക്സ്. എക്സ് സ്ക്വയറിന്റെ ഇന്റഗ്രൽ x³/3 ആണ്. പിന്നെ ഡെഫിനിറ്റ് ഇന്റഗ്രൽ ആയതുകൊണ്ട് അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് ഇട്ട് കൊടുത്തതാണ്. 1/b മൈനസ് എ ഇൻറ്റു b³ മൈനസ് a³ ഹോൾ ഡിവൈഡഡ് ബൈ 3. അതാണിത്. b³ മൈനസ് a³ എന്ന് പറഞ്ഞാൽ അതിന്റെ എക്സ്പാൻഷൻ നമുക്ക് ഇങ്ങനെ എഴുതാം. b മൈനസ് എ ഇൻറ്റു ബി സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് എ സ്ക്വയർ ഹോൾ ഡിവൈഡഡ് ബൈ 3. ഈ ബി മൈനസ് എയും ന്യൂമറേറ്ററിലെ ഒരു ബി മൈനസ് എയും ക്യാൻസൽ ചെയ്യും. ബാക്കി ബി സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് എ സ്ക്വയർ ഡിവൈഡഡ് ബൈ 3. അപ്പോൾ ഇത് കിട്ടിയത് ഇ ഓഫ് എക്സ് സ്ക്വയർ ആണ്. നമുക്ക് വേണ്ടത് വി ഓഫ് എക്സ് ആണ്. വി ഓഫ് എക്സ് ഈക്വൽ ടു ഇ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് ഇ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ ഇ ഓഫ് എക്സ് സ്ക്വയറിന്റെ അടുത്ത് ഇ ഓഫ് എക്സ് എഴുതുക. ഇ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ മീൻ ആണ്. മീൻ നമ്മൾ നേരത്തെ കണ്ടുവച്ചിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ ഡിറൈവ് ചെയ്തതാണ് മീൻ എന്ന് പറയുന്നത്. മീൻ എ പ്ലസ് ബി ബൈ 2 ആണ്. ഇ ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ബൈ എ പ്ലസ് ബി ബൈ 2 ഹോൾ സ്ക്വയർ വരും. ഡെറിവേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. എസ് എ ടൈപ്പിന് 8 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട്. യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. കംപ്ലീറ്റ് ആയെന്ന് വിചാരിക്കുന്നത്.
കംപ്ലീറ്റ് അല്ലേ? കംപ്ലീറ്റ് ആയെന്ന് വിചാരിക്കുന്നേ. യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലം ആണ്. ഇമ്പോർട്ടന്റ് ശരി. ആണ്. ഇല്ല, ഇമ്പോർട്ടന്റ് ആണ്. വി ഓഫ് എക്സ് ഈക്വൽ ടു ബി മൈനസ് എ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 12. അതുപോലെ ഇ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ബൈ 2. കംപ്ലീറ്റ് അല്ലേ? സ്ലൈഡ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. Yes. Yes, miss. കംപ്ലീറ്റ് അല്ലേ? കംപ്ലീറ്റ് അല്ലേ? Yes, miss. ക്വസ്റ്റ്യൻ എഴുതിക്കോ. എ റാൻഡം വേരിയബിൾ എക്സ് ഹാസ്, ക്വസ്റ്റ്യൻ ആണ്. എ റാൻഡം വേരിയബിൾ എക്സ് ഹാസ് a uniform distribution in open interval -3 to 3. Find p of x less than 2, p of mod x less than 2, third one, p of mod x minus 2 less than 2, fourth one. Find k for which p of x greater than k equal to 1/3. ഇപ്പൊ ഇവിടെ പറയുന്നുണ്ട് എക്സ് എന്ന് പറയുന്നത് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അതിന്റെ ഇന്റർവെല്ലും തന്നിട്ടുണ്ട്. നമുക്കറിയാം യൂണിഫോം എക്സ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണെങ്കിൽ അത് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ, എക്സ് ഫോളോസ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ അതിന്റെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 1/b മൈനസ് എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ബി ആണ്, ഈക്വൽ ടു 0. അതർവൈസ് ഇതാണ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷന്റെ PDF എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇന്റർവെല് എ ടു ബി വരെയാണ്. നമുക്ക് ഇവിടെ തന്നത് -3 to 3 വരെയാണ് ഇന്റർവെല്. അപ്പോൾ നമുക്ക് പറയാം -3 to 3 എന്ന് പറഞ്ഞാൽ എ ടു ബി ആണ്. വിച്ച് ഇംപ്ലൈസ് എ ഈക്വൽ ടു -3, ബി ഈക്വൽ ടു 3. ഈ ക്വസ്റ്റിനകത്ത് നമുക്ക് എഫ് ഓഫ് എക്സ് തന്നിട്ടില്ല. നമ്മള് ഈ ലിമിറ്റ് വെച്ച് എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കണം. നമുക്കറിയാം യൂണിഫോം ഡിസ്ട്രിബ്യൂഷന്റെ PDF എന്ന് പറയുന്നത് 1/b മൈനസ് എ ആണ്. അപ്പൊ ഇത് വെച്ച് എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കുക. ബി എന്ന് പറയുന്നത് 3 ആണ്, എ എന്ന് പറയുന്നത് -3 ആണ്. അപ്പോൾ 3 - -3 വരും, വിച്ച് ഇസ് ഈക്വൽ ടു 1/3 + 3 ഈക്വൽ ടു 1/6. ഇതിന്റെ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ -3 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 3 ആയിരിക്കും, ഈക്വൽ ടു 0. അതർവൈസ് -3 to 3 വരെ ഫംഗ്ഷന്റെ വാല്യൂ 1/6 ആണ്. ബാക്കി എല്ലാ പോയിന്റിലും ഫംഗ്ഷന്റെ വാല്യൂ 0 ആണ്. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/6 if -3 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 3 ഈക്വൽ ടു 0 if അതർവൈസ്. ഇത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, പി ഓഫ് എക്സ് ലെസ് ദാൻ 2, അതായത്
എക്സിന്റെ ലിമിറ്റ് -3 to 3 വരെ മാത്രമേ ഫംഗ്ഷന് വാല്യൂ 1/6 ഉള്ളൂ. ബാക്കി എല്ലാ പോയിന്റ്സിലും ഫംഗ്ഷന്റെ വാല്യൂ 0 ആണ്. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് പി ഓഫ് എക്സ് ലെസ് ദാൻ 3 ആണ്. അപ്പോൾ അതിന്റെ പി ഓഫ് എക്സ് ലെസ് ദാൻ 3 എന്ന് പറയുന്ന എക്സിന്റെ വാല്യൂ ഏതൊക്കെയായിരിക്കും? സോറി, പി ഓഫ് എക്സ് ലെസ് ദാൻ 2 ആണ്. ഇപ്പൊ എക്സിന് എടുക്കാൻ പറ്റുന്ന വാല്യൂസ് എങ്ങനെയുള്ളതായിരിക്കും? ഇന്റർവെല്ലിനുള്ളിലേ പറയാൻ പറ്റൂ, എക്സ് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആയതുകൊണ്ട്. അതിന് നമുക്ക് എങ്ങനെ എഴുതാം? അതിന്റെ ഇന്റർവെല് എക്സ് എന്ന് പറയുന്നത് 2-നേക്കാളും ചെറുതാണ്. എക്സ് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആയതുകൊണ്ട് നമുക്ക് ഇതിന് ഇങ്ങനെ എഴുതാം, ഇന്റഗ്രൽ -∞ to f of x dx. അപ്പൊ നമുക്ക് ഇവിടെ -3 to 3 വരെ ഫംഗ്ഷന് വാല്യൂ ഉള്ളൂ. അപ്പൊ ഇതിന് വേണമെങ്കിൽ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാം, -∞ to -3 f of x dx plus -3 to 2 f of x dx. -∞ to 3 വരെ ഫംഗ്ഷന്റെ വാല്യൂ 0 ആണ്. -3ക്കും 3ക്കും ഇടയിലേ ഫംഗ്ഷന് വാല്യൂ ഉള്ളൂ. പ്ലസ് -3 to 2 f of x എന്ന് പറഞ്ഞാൽ 1/6 ആണ്. 1/6 dx. 1/6 നമുക്ക് ഔട്ട് സൈഡിൽ എടുക്കാം. ഇന്റഗ്രൽ ഓഫ് dx എന്ന് പറഞ്ഞാൽ x ആണ്. -3 to 2 ഇറ്റ്സ് ഈക്വൽ ടു 1/6 into 2 minus -3 equal to 1/6 into 2 plus 3 equal to 5/6. ക്ലിയർ അല്ലേ? ഒന്നുമില്ല, നമ്മളിവിടെ ഡിഫൈൻ ചെയ്ത ലിമിറ്റ് എന്ന് പറയുന്നത് -3 to 3 വരെയാണ്. നമുക്ക് എക്സ് ലെസ് ദാൻ 2 എന്ന് പറഞ്ഞാൽ -3 മുതൽ 2 വരെ ഫംഗ്ഷന് വാല്യൂ ഉണ്ടാവും, നോൺ സീറോ ആയിട്ടുള്ള. അപ്പൊ അതിന് നമുക്ക് നേരിട്ട് ഇങ്ങനെ എഴുതണമെന്നൊന്നുമില്ല കേട്ടോ. -∞ to ഈ രണ്ട് സ്റ്റെപ്പ് നമുക്ക് സ്കിപ്പ് ചെയ്തിട്ട് ഇത് മാത്രം എഴുതിയാലും മതി. ഈ തേർഡ് സ്റ്റെപ്പ് മുതൽ എഴുതിയാൽ മതി. പി ഓഫ് എക്സ് ലെസ് ദാൻ 2 ഈക്വൽ ടു -3 to 2 1/x dx. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ട് സ്റ്റെപ്പ് എഴുതിയത്. അത് വേണോ നിർബന്ധമൊന്നുമില്ല. നെക്സ്റ്റ് രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് mod x ലെസ് ദാൻ 2 ആണ്. mod xന്റെ വാല്യൂ 2 ആണെങ്കിൽ എക്സിന്റെ വാല്യൂസ് ഏതൊക്കെയായിരിക്കും? mod x 2 ആണെങ്കിൽ എക്സിന് ഏതൊക്കെ വാല്യൂസ് എടുക്കാം? ചാറ്റ് ബോക്സിൽ ഇട്ടാലും മതി. mod x equal to 2 ആണെങ്കിൽ എക്സിന് ഏതൊക്കെ വാല്യൂസ് എടുക്കാം? mod x 2 ആണെങ്കിൽ എക്സിന് എടുക്കാൻ പറ്റുന്ന വാല്യൂസ് ഏതാ? So -2. -2 2 എക്സിന് -2 2 എടുക്കാം. അതുപോലെ mod x ലെസ് ദാൻ 2 എന്ന് പറഞ്ഞാൽ എക്സിന് -2നും 2ക്കും ഇടയിലുള്ള വാല്യൂസ് എടുക്കാം. mod x ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ എക്സിന് -2ഉം 2 ആണ്, ഈക്വൽ ആണ്. അവിടെ ലെസ് ദാൻ 2 ആണെങ്കിൽ എക്സിന് -2നും 2നും ഇടയിലുള്ള വാല്യൂ എടുക്കാം. അപ്പൊ നമുക്ക് ഈ പ്രോബബിലിറ്റിന് ഇങ്ങനെ എഴുതാം, പ്രോബബിലിറ്റി ഓഫ് -2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 2. നോക്കുക, നമ്മളെ ഡിഫൈൻ ചെയ്ത ലിമിറ്റ് എന്ന് പറയുന്നത് -3ക്കും 3ക്കും ഇടയിലെ ഫംഗ്ഷന്റെ വാല്യൂ ഉള്ളൂ. അപ്പൊ ഇനി നോക്കിയേ,
-2 to 2 എന്ന് പറയുന്നത് ഈ ഇന്റർവെല്ലിനുള്ളിലാണോ പുറത്താണോ നോക്കുക, ഇൻസൈഡ് ആണോ ഔട്ട്സൈഡ് ആണോ നോക്കുക. നമുക്കറിയാം -3 to 3 എന്ന് പറയുന്ന ഇന്റർവെല്ലിനുള്ളിലാണ് -2 to 2 എന്ന് പറയുന്ന ഇന്റർവെൽ. അപ്പൊ നമുക്ക് ഇനി ഇങ്ങനെ എഴുതാം, ഇന്റഗ്രൽ -2 to 2 f of x dx. ഇവിടുത്തെ f of x എന്ന് പറയുന്നത് 1/6 ആണ്. 1/6 dx which is equal to 1/6 into dx ന്റെ ഇന്റഗ്രൽ x ആണ്. ranges to -2 to 2 equal to 1/6 into 2 minus -2 which is equal to 4/6 or 2/3. 2 വെച്ച് കട്ട് ചെയ്താൽ 2/3 കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് മോഡ് x-2 ലെസ് ദാൻ 2 ആണ്. അപ്പൊ ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, പ്രോബബിലിറ്റി ഓഫ് -2 ലെസ് ദാൻ x-2 ലെസ് ദാൻ 2 which is equal to, ഇവിടെ ലെസ് ദാൻ എക്സ് എന്നുള്ള ഫോമിൽ വരാൻ ഞാൻ എല്ലാ ടേമിലും ഒരു +2 ആഡ് ചെയ്യുന്നു. പ്രോബബിലിറ്റി ഓഫ്, അപ്പൊ ഈ ഇനീക്വാലിറ്റിക്ക് മാറ്റം വരില്ല. പ്രോബബിലിറ്റി ഓഫ് -2 + 2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ -2 + 2 minus x-2 + 2 എല്ലാ ടേമിലും ഒരു +2നെ ആഡ് ചെയ്യുന്നു. which is equal to -2 + 2 എന്ന് പറഞ്ഞാൽ 0 വരും, x -2 + 2 എന്ന് പറഞ്ഞാൽ 0 വരും. അപ്പൊ x + 0 x ആണ്, ലെസ് ദാൻ 4. നോക്കിയാൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ 0നും 4നും ഇടയിലുള്ള പ്രോബബിലിറ്റി ആണ്. നമ്മളിവിടെ ഡിഫൈൻ ചെയ്ത ലിമിറ്റ് എന്ന് പറയുന്നത് -3 to 3 വരെ മാത്രമേ ഉള്ളൂ. അപ്പൊ പ്രോബബിലിറ്റി ഓഫ് 0 ലെസ് ദാൻ x ലെസ് ദാൻ 4 എന്ന് പറഞ്ഞാൽ എവിടം വരെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റൂ? 0 to 3 വരെ മാത്രമേ ഫംഗ്ഷന് വാല്യൂ ഉള്ളൂ. 3 to 4 വരെ ഫംഗ്ഷന്റെ വാല്യൂ 0 ആണ്. അപ്പം ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, പ്രോബബിലിറ്റി ഓഫ് 0 to 3 f of x dx. അതായത് നമ്മളിവിടെ ഡിഫൈൻ ചെയ്ത ലിമിറ്റ് -3 to 3 വരെ ആയതുകൊണ്ട് മാത്രമാണ് ഇന്റഗ്രൽ 0 to 3 f of x dx എടുത്തത്. അപ്പോൾ ഇന്റഗ്രൽ 0 to 3 f of x 1/6 ആണ് dx, which is equal to 1/6 into 0 to 3 equal to 3/6 equal to 1/2. നെക്സ്റ്റ് നാലാമത്തെ, പ്രോബബിലിറ്റി ഓഫ് കെന്റെ വാല്യൂ കണ്ടുപിടിക്കാനാ പറഞ്ഞത്. നമുക്ക് തന്നിട്ടുണ്ട് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ കെ ഈക്വൽ ടു 1/3 ആണ് തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടുത്തെ ഡെഫിനിഷൻ എഴുതുക, ഇന്റഗ്രൽ k to 3 വരെയാണ് ഡിഫൈൻ ചെയ്തത്. k to 3 1/6 dx ഈക്വൽ ടു 1/3. 1/6 കോൺസ്റ്റന്റ് ആണ്, ടേക്കിംഗ് ഔട്ട്സൈഡ് k to 3 dx ഈക്വൽ ടു 1/3. ഈ 6നെ ഇക്വേഷന്റെ അപ്പുറത്തെ സൈഡിൽ കൊണ്ടുപോകാം. dxന്റെ ഇന്റഗ്രൽ x ആണ്. x ranges to k to 3 equal to 6/3 equal to 1/2. സോറി 1/2 അല്ല 2 ആണ്. 3 വെച്ച് കട്ട് ചെയ്ത 2 ആണ് കിട്ടുക.
which is equal to, ഇനി upper limit lower limit ഇട്ട് കൊടുത്താൽ 3 minus k equal to 2 implies minus k equal to 2 minus 3 equal to minus 1 implies k equal to 1. കംപ്ലീറ്റ് ആയെന്ന് വിചാരിക്കുന്ന അടുത്ത ക്വസ്റ്റ്യൻ. In certain experiments, the error made in determining the solubility of a substance, is a random variable having the uniform density with a equal to minus 0.025 and b equal to 0.025. What are the probabilities that such an error will be, first question, between 0.010 and 0.015. Second one, between minus 0.012 and 0.012. Question idana. In a certain experiment, the error made in determine the solubility of a substance is a random variable having a uniform density with a equal to minus 0.025, b equal to 0.025. What are the probabilities that such an error will be between 0.010 and 0.015. അപ്പം ഇവിടെ എയും ബിയും തന്നിട്ടുണ്ട്, യൂണിഫോം ഡെൻസിറ്റി ആണ് തന്നിട്ടുണ്ട്. അപ്പൊ എക്സ് ഫോളോ ചെയ്യുന്നത്, റാൻഡം വേരിയബിൾ എക്സ് ഫോളോ ചെയ്യുന്ന യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ആണ്. യൂണിഫോം ഡിസ്ട്രിബ്യൂഷന്റെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 1/b മൈനസ് എ ആണ്. അപ്പൊ 1/b എന്ന് പറയുന്നത് തന്നിട്ടുണ്ട് 0.025 ആണ്, മൈനസ് എ എന്ന് പറയുന്നത് minus 0.025 ആണ്, which is equal to 1/0.025 plus 0.025 വരും, which is equal to 1/0.05. നമുക്ക് വേണ്ടത് ബിറ്റ്വീൻ 0.01നും 0.015നും ഇടയിലുള്ള പ്രോബബിലിറ്റി ആണ്. അപ്പോൾ ഇന്റഗ്രൽ probability of ഒന്നാമത്തെ എന്ന് പറഞ്ഞാൽ probability of 0.01 less than x less than
0.015 ആണ്. അപ്പൊ ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, 0.010 to 0.015 ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇവിടുത്തെ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 1/0.05 ആണ്. അപ്പോൾ ഇന്റഗ്രൽ 0.010 to 0.015 ഇൻറ്റു 1/0.05 ഡി എക്സ്. ഇത് ഇവാലുവേറ്റ് ചെയ്താൽ ഫസ്റ്റിന്റെ ആൻസർ കിട്ടും. അതുപോലെ സെക്കൻഡും ഇതേ മെത്തേഡ് ചെയ്യാം. ഇങ്ങനെ കിട്ടും, 1/0.05 ഇൻറ്റു ഇന്റഗ്രൽ എക്സ് ആണ്. എക്സിന്റെ ഇന്റഗ്രൽ 0.010 to 0.015 which is equal to 1/0.05 into 0.015 minus 0.010. ഫൈനൽ ആൻസർ 0.1 ആണ്. കാൽക്കുലേറ്റർ ചെയ്ത് നോക്കിയാൽ മതി. രണ്ടാമത്തെ പ്രോബബിലിറ്റി ഓഫ് -0. -0.012 ആണ്. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ എഴുതാം, ഇന്റഗ്രൽ 0 to 0.01 to 0.012 to എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 1/0.5 ആണ്. 0.05 ആണ്. 1/0.05 ഡി എക്സ്. 1/0.05 എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ആണ്, അതിനെ ഔട്ട് സൈഡിൽ എടുക്കാം. എക്സ് ഇൻറ്റു -0.012 to 0.012. അത് നിങ്ങൾ കാൽക്കുലേറ്റർ വെച്ച് ഇവാലുവേറ്റ് ചെയ്തോ. 1.005 ഇൻറ്റു 0.012 പ്ലസ് 0.012 മൈനസ് മൈനസ് വരും, അപ്പോൾ അത് പോസിറ്റീവ് വരും. ചെയ്താൽ കിട്ടുന്ന ഫൈനൽ ആൻസർ ഇതാണ്, 0.48. ബാക്കി പ്രോബ്ലം നമുക്ക് നെക്സ്റ്റ് ക്ലാസ് ചെയ്യാം. അടുത്ത അവർ ഉണ്ട്. അറ്റൻഡൻസ് ആകാശ് കെ എം. Miss present, miss. അഖിലൻ. Present, miss. അമിത്. Present, miss. അനിരുദ്ധ്. Present, miss. കാർത്തിക്. Present, miss. ലാദിൻ.